നമസ്കാരം എല്ലാവർക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായി കാണാൻ ശ്രദ്ധിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലിംഗപ്രവേശനത്തിന് മുൻപ് അറിയേണ്ട ചില കാര്യങ്ങൾ. ലൈംഗിക ബന്ധത്തിന്റെ ലക്ഷ്യം രതിമൂർച്ചയാണ്. അത് സ്ത്രീക്കും പുരുഷനും ഒരുപോലെ അവകാശപ്പെട്ടതാണ്. ഇരുവർക്കും രതിമൂർച്ച ലഭിക്കുകയും ആ സന്തോഷം പങ്കുവയ്ക്കുകയും ചെയ്യുമ്പോൾ ദാമ്പത്യം കൂടുതൽ ദൃഢമാകും. എന്നാൽ എല്ലാ ലൈംഗിക ബന്ധത്തിലും ഇത് സാധ്യമാകുന്നുണ്ടോ? പലപ്പോഴും ഇല്ല എന്നതാണ് ഉത്തരം. ലൈംഗിക ബന്ധം എന്നത് വെറുതെ ഒരു ജോലിയായി മാറുമ്പോൾ ബന്ധങ്ങൾ തകരാൻ സാധ്യതയുണ്ട്. ലൈംഗികത എത്ര സമയം നീണ്ടു നിൽക്കണം, എത്ര സമയം കൊണ്ട് രതിമൂർച്ചയിലെത്താം എന്നതിനൊന്നും കൃത്യമായ ഉത്തരമില്ല. എത്ര സമയമെടുത്തു എന്നതിലല്ല, എത്രമാത്രം ആനന്ദം ലഭിച്ചു എന്നതിലാണ് കാര്യം. ചിലർ വളരെ കുറഞ്ഞ സമയം കൊണ്ട് സുഖത്തിന്റെ കൊടുമുടിയിലെത്തും. മറ്റു ചിലർക്ക് കൂടുതൽ സമയം ആവശ്യമായി വരും. ലൈംഗികതയിലെ തെറ്റുധാരണകൾ. പുരുഷനാണ് ആധിപത്യം. ലൈംഗികതയിൽ പുരുഷനാണ് ആധിപത്യം എന്നുള്ളത് ഒരു മിഥ്യാധാരണയാണ്. സ്ത്രീക്ക് യെസ് എന്നോ നോ എന്നോ പറയാനുള്ള പൂർണ്ണ അധികാരമുണ്ട്. അതുകൊണ്ട് തന്നെ പുരുഷൻ രതിമൂർച്ചയിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ സ്ത്രീയെ രതിമൂർച്ചയിലെത്താൻ സഹായിക്കേണ്ടത് അത്യാവശ്യമാണ്. പരസ്പര ബഹുമാനത്തിലൂടെയും സ്നേഹത്തിലൂടെയും മാത്രമേ ഒരു നല്ല ലൈംഗിക ബന്ധം സാധ്യമാകൂ. യോനിയിലൂടെയുള്ള രതിമൂർച്ച. എല്ലാ സ്ത്രീകൾക്കും ലിംഗയോനി സംയോഗത്തിലൂടെ മാത്രമേ രതിമൂർച്ച ലഭിക്കൂ എന്ന ധാരണ തെറ്റാണ്. 50% സ്ത്രീകൾക്ക് മാത്രമേ ഈ രീതിയിൽ രതിമൂർച്ച അനുഭവിക്കുന്നുള്ളൂ. ബാക്കിയുള്ളവർ പൂർവ്വലീലകളിലൂടെയും മറ്റു മാർഗങ്ങളിലൂടെയുമാണ് സുഖത്തിന്റെ പരകോടിയിലെത്തുന്നത്. പൂർവ്വകേളികൾക്ക് പ്രാധാന്യം നൽകുക. ലിംഗപ്രവേശനത്തിനു മുൻപ് പൂർവ്വകേളികൾക്ക് സമയം കണ്ടെത്തുക എന്നതാണ് വിജയകരമായ ലൈംഗിക ബന്ധത്തിന്റെ താക്കോൽ. ഓരോ ബന്ധപ്പെടലിനു മുൻപും ഏകദേശം 25 മിനിറ്റ് വരെ പൂർവ്വകേളി നടത്തുന്നത് സുഖം ഇരട്ടിയാക്കും. ഇത് ലൈംഗിക ബന്ധത്തിനുള്ള ശാരീരികവും മാനസികവുമായ ഒരുക്കം നൽകുന്നു. ലിംഗപ്രവേശം എപ്പോൾ വേണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം സ്ത്രീകൾക്ക് വിട്ടുകൊടുക്കുന്നതാണ് നല്ലത്. സ്തനഞ്ഞെട്ടുകൾ വലുതാവുക, യോനിയിൽ നനവ് വരുക തുടങ്ങിയ ശാരീരിക സൂചനകൾ അവൾ തയ്യാറെടുത്ത് കഴിഞ്ഞു എന്നതിന്റെ ലക്ഷണമാണ്. മാനസികമായ തയ്യാറെടുപ്പും ആവശ്യമാണ്. അതുകൊണ്ട് സ്ത്രീ സിഗ്നൽ നൽകിയ ശേഷം മാത്രം ലിംഗപ്രവേശിപ്പിക്കുക. ലൈംഗിക ബന്ധത്തിനിടയിലെ ചില കാര്യങ്ങൾ. ലിംഗപ്രവേശനത്തിന് ശേഷം പുരുഷന്മാർ ആവേശത്തിന് അടിപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാൽ സ്ത്രീക്ക് സന്തോഷം ലഭിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കി വേണം മുന്നോട്ടു പോകാൻ. അവൾക്ക് രതിമൂർച്ച അനുഭവപ്പെടുന്നതിന് മുൻപ് നിങ്ങൾക്ക് സ്ഖലനം സംഭവിക്കുമെന്ന് തോന്നുകയാണെങ്കിൽ ലിംഗം യോനിയിൽ നിന്ന് പുറത്തെടുത്ത് ആവേശമൊന്നടങ്ങിയ ശേഷം വീഴ്ച തുടരാവുന്നതാണ്. ഇരുവർക്കും ഒരേ സമയം രതിമൂർച്ച വരണമെന്നില്ല, എങ്കിലും അതിനായി ശ്രമിക്കുകയാണ് വേണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക.